ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡും പഴവും തേങ്ങയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള സ്നാക്സ് ആണ്. നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതിന് നമുക്ക് ബ്രെഡ് ബനാന ബോൾസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം തന്നെ എടുക്കണം. ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. പഴുപ്പ് കുറഞ്ഞ പഴമാണെങ്കിൽ സോഫ്റ്റായി കിട്ടില്ല ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ്. ഈ പഴം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഈ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വരെ വെള്ളം ചേർക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഇതിൽ 2 ടേബിൾ സ്പൂൺ കൊള്ളും. മൊത്തം 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഈ വെള്ളത്തിലേക്ക് ഞാൻ ചേർക്കുന്നത്. ഒരു പഴത്തിന് 2 ടേബിൾ സ്പൂൺ എന്നാണ് കണക്ക്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയും വെള്ളവും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ചേർക്കാം. ഇനി ഈ പഴത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 കപ്പ് വരെ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ വഴറ്റി വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിക്കാം. ഇതിലൊട്ടും ഓയിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ടേസ്റ്റിന് വേണ്ടി വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വരെ മറ്റു പശുവിൻ നെയ്യ് ചേർക്കാം. എന്നാലും അത് അത്ര അത്യാവശ്യമൊന്നുമില്ല, ഞാൻ ചേർക്കാറില്ല. പഴവും തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. പഴം ഇവിടെ നന്നായിട്ട് വെന്ത് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നന്നായിട്ട് അലിഞ്ഞു വരും. ഞാനിതിൽ 2 നുള്ളി വരെ ഏലക്കായ് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഏലക്കായുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഒരു 2 നുള്ളി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണവും രുചിയുമാണ്. തേങ്ങയും പഴവും പഞ്ചസാരയും ഒക്കെ കൂടി നന്നായിട്ട് യോജിച്ച് വരണം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് ഇവിടെ ഏകദേശം റെഡിയാവുന്നുണ്ട്. ചെറിയൊരു റെഡ് കളർ പോലെ പഴത്തിന് അവിടെ ഇവിടെയായിട്ട് കാണാൻ പറ്റും. അത്രയും സമയം ഇത് വഴറ്റണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കണം. ഒരു ബൗളിൽ അല്പം വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച ബ്രെഡ് ഓരോന്നെടുത്ത് ഈ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാം. ഇതുപോലെ 2 സൈഡും ബ്രെഡ് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം കളയാം. അതിനുശേഷം ബ്രെഡ് നന്നായിട്ട് ഇതുപോലെ കയ്യിൽ നിവർത്തി വെക്കുക. ഇനി ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഫില്ലിംഗ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് കൊണ്ട് ഇത് നന്നായിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. നമ്മളിത് വെള്ളത്തിൽ മുക്കിയെടുത്ത ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, നന്നായിട്ട് ഒട്ടി നിന്നോളും. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഒട്ടിയില്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് ഇളകി വരും. അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ഇത് നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് ബോൾ പോലെ ആക്കിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്കിത് മാറ്റി വെക്കാം. ഇതുപോലെ മുഴുവൻ ബ്രെഡും ചെയ്യാം.
ഈ ഫില്ലിംഗ് വെച്ച് 7 ബ്രെഡ് ബോൾസ് ആണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത ബ്രെഡിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്തില്ലേ, ആ ഭാഗവും അതിൻ്റെ കൂടെ ഒരു ബ്രെഡും ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. അതുപോലെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബ്രെഡ് ബോൾസ് ഓരോന്നായിട്ട് ഈ മുട്ടയിലൊന്ന് മുക്കിയെടുക്കണം. മുട്ടയിൽ നന്നായിട്ട് എല്ലാ ഭാഗവും മുക്കിയതിന് ശേഷം ഇത് ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. എല്ലാ ഭാഗവും ബ്രെഡ് ക്രംസ് നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവൻ ബ്രെഡ് ബോൾസും നമുക്ക് ചെയ്യാം. മുഴുവൻ ബ്രെഡ് ബോൾസും മുട്ടയിലും റൊട്ടിപ്പൊടിയിലും മുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡ് ബോൾസ് ഇതിൽ ഇട്ട് കൊടുക്കാം. വലിയ ബോൾസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ 2 എണ്ണം മാത്രമേ ഇടാൻ കഴിയുന്നുള്ളൂ. ഞാൻ പറയാൻ വിട്ടുപോയി, ഇത് നിങ്ങൾക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു ബ്രെഡ് 4ആയിട്ട് കട്ട് ചെയ്ത് അതിൽ ഫില്ലിംഗ് വെച്ചിട്ട് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് കിട്ടും. പാർട്ടിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. നമുക്ക് വീട്ടിൽ കഴിക്കാനാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. അതല്ലെങ്കിൽ ഇത് വലുതായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താലും മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ വശവും കൂടി നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ 2 വശവും നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു കിച്ചൺ നാപ്കിൻ വിരിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ ഇതിൽ കിടക്കുന്ന ഓയിലൊക്കെ അങ്ങ് പോയിക്കോളും. അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതുപോലെ മുഴുവൻ ബ്രെഡ് ബോൾസും ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവൻ ബോൾസും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഈ ബോൾസ് കട്ട് ചെയ്തെടുത്തതാണ്. ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുക. തേങ്ങയും നേന്ത്രപ്പഴവും ഒക്കെ നന്നായിട്ട് വിളയിച്ചെടുത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബോൾസ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാവുക. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു.